ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു റൗണ്ട് ഷേപ്പ് കേക്കിനെ എങ്ങനെ ഹേർട്ട് ഷേപ്പ് കേക്ക് ആക്കി മാറ്റാം എന്നുള്ളതാണ്. ഇത് ബിഗിനേഴ്സിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഹേർട്ട് ഷേപ്പ് മോൾഡൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഹേർട്ട് ഷേപ്പ് കേക്ക് ആക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. അതിനായി ഞാനിവിടെ ഒരു 1 kg കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ക്രം കോട്ട് ചെയ്ത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ച ഒരു കേക്കാണ്. ഇനി നമുക്ക് കേക്കിനെ ക്രോസ് ആയി ഈക്വൽ ഹാഫായി മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ക്രോസ് ആയി മാർക്ക് ചെയ്ത 2 എൻഡും ജോയിൻ ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് മുകൾ ഭാഗത്ത് കട്ട് ചെയ്ത പീസ് വയ്ക്കാനുള്ള സ്ഥലത്ത് കുറച്ച് ക്രീം അപ്ലൈ ചെയ്യാം. ഇത് കട്ട് ചെയ്ത് വെക്കേണ്ടതിനാൽ ഹേർട്ട് ഷേപ്പ് കേക്ക് ആക്കുമ്പോൾ എല്ലാവരും ബോർഡ് കുറച്ച് വലിയ സൈസുള്ള ബോർഡായിരിക്കണം എടുക്കേണ്ടത്. അതിനുശേഷം ആ പീസ് എടുത്ത് ക്രീം തേച്ച സ്ഥലത്ത് വയ്ക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ വശവും ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ ഭാഗവും കൂടി കട്ട് ചെയ്യാം. എന്നിട്ട് കട്ട് ചെയ്തെടുത്ത പീസ് മുകളിലായി കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് അവിടെ അറ്റാച്ച് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇവിടെ 2 പീസും കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അതിനുശേഷം ഇതുപോലെ ഇവിടുന്ന് ചെറുതായി കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പോൾ കറക്റ്റായി ഒരു ഹേർട്ട് ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത ഭാഗത്തൊക്കെ ക്രീം അപ്ലൈ ചെയ്ത് സെറ്റാക്കി എടുക്കാം. സ്ക്രാപ്പർ ഉപയോഗിച്ച് സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം ഐസിംഗ് നൈഫ് കൊണ്ട് മുകൾ ഭാഗവും ഒന്ന് ലെവലാക്കി എടുക്കാം. അതിനുശേഷം ഫൈനലൈസിംഗ് ചെയ്യാം. ഫൈനലൈസിംഗ് ചെയ്യാനായി ഞാനിവിടെ പിങ്ക് കളർ ക്രീമാണ് എടുക്കുന്നത്. എന്നിട്ട് കേക്കിന്റെ മുകൾ ഭാഗത്ത് നന്നായി ക്രീം അപ്ലൈ ചെയ്ത് ഫൈനലൈസിംഗ് ചെയ്തെടുക്കാം. കേക്കിന്റെ സൈഡിലായി ഞാനിപ്പോൾ ക്രീം അപ്ലൈ ചെയ്യുന്നില്ല. അതിനു പകരം അവിടെ റോസറ്റ ഡിസൈൻ ആണ് ചെയ്യുന്നത്.
ഇപ്പോൾ മുകൾ ഭാഗം നല്ല രീതിയിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഓയിൽ ബ്രഷ് ഉപയോഗിച്ച് കേക്കിന് മുകളിൽ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കേക്കിന്റെ സൈഡിലായി ഇതുപോലെ ഫുള്ളായി റോസറ്റ ഡിസൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് മുകൾ വശത്തെ സൈഡിലും കൂടി ഇതുപോലെ റോസറ്റ ഡിസൈൻ വരച്ചു കൊടുക്കാം. ഇതാണ് കേക്കിന്റെ ഫൈനൽ ലുക്ക്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.